ഹലോ, വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. നമ്മുടെ CDPO സിലബസുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഞാൻ ശ്രീ പാർവതി. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹോം സയൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ് അല്ലേ. മുന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗം. So let's discuss about reproductive system. So reproduction എന്ന് പറയുന്ന ഒരു ടേം നമ്മുടെയൊക്കെ അടുത്ത ഒരു തലമുറേനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ ജീവികളും, മനുഷ്യരെന്നല്ല എല്ലാ ജീവികളും ജീവിക്കുന്നത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അല്ലേ. നമ്മുടെയൊക്കെ ജീനുകളെ നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു ജനറേഷനിലോട്ട് കൊടുക്കണം. അതാണ് നമ്മുടെയൊക്കെ എയിം എന്ന് പറയുന്നത്. സോ reproduction can be defined as the biological process of producing a new individual or an offspring identical to the parents. രക്ഷിതാക്കൾക്ക് ഐഡന്റിക്കലായ പുതിയൊരു ഓഫ്സ്പ്രിങ്ങിനെ അല്ലെങ്കിൽ പുതിയൊരു ഇൻഡിവിജ്വലിനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ദിസ് പ്രോസസ് എൻഷുവേഴ്സ് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ് വെൻ കണ്ടീഷൻസ് ആർ ഫേവറബിൾ. നമ്മുടെ കണ്ടീഷൻസ് ഫേവറബിൾ ആവുന്ന സമയത്ത്, നമ്മൾ സെക്ഷലി മെച്യൂർ ആവുന്ന സമയത്ത് അടുത്ത ഒരു ജനറേഷനെ ഉണ്ടാക്കുന്നു. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, ഒരു സ്പീഷീസിലെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കൂട്ടുക എന്നുള്ളതാണ് റീപ്രൊഡക്ഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടേം ഒരു CDPO ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ് ആവശ്യമുള്ളത്. സോ അതിന് മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ലിവിങ് തിങ് ആൻഡ് ആസ് എൻ എസെൻഷ്യൽ ലൈഫ് പ്രോസസ്. ഒരു ജീവനുള്ള വസ്തുവിൻ്റെ, അത് മനുഷ്യനായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഈവൻ ബാക്ടീരിയ ആണെങ്കിൽ പോലും ഇറ്റ്സ് എ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഏറ്റവും ബേസിക് ആയ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ there are two types of reproduction. Reproduction നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്: sexual reproduction and asexual reproduction. Then what is the difference between sexual and asexual reproduction? ഹ്യൂമൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏതേ നോക്കേണ്ട ആവശ്യമുള്ളൂ, സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടേ അറിയേണ്ട ആവശ്യമുള്ളൂ. ബട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നമുക്കറിയണം അല്ലെ. സെക്ഷൽ ആൻഡ് അസെക്ഷൽ. So, asexual reproduction involves only one parent and the new offspring produced is genetically similar to the parent. Asexual reproduction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പാരന്റ് മാത്രമേ ഉള്ളൂ. അവിടെ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ മെയിൽ, ഫീമെയിൽ എന്ന് പറയുന്ന ഡിഫറൻസസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എക്സാക്ട്ലി ആ പാരന്റിന്റെ കോപ്പി ആയിരിക്കും. നമ്മുടെ ബാക്ടീരിയ, ഫംഗസ്, പ്ലനേറിയ തുടങ്ങിയ ജീവികളിലൊക്കെ നടക്കുന്ന പ്രത്യുൽപാദന രീതിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഹ്യൂമൻസിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് അല്ലേ, നമ്മൾ ഹ്യൂമൻസ് ആണ്, വി റീപ്രൊഡ്യൂസ് സെക്ഷലി. നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനമാണ് കാണുന്നത്. എന്താണ് ലൈംഗിക പ്രത്യുൽപാദനവും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. നോക്കൂ, ലൈംഗിക പ്രത്യുൽപാദനത്തില് വെരി കോംപ്ലെക്സ് പ്രോസസ് അല്ലെ, നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് നടക്കുന്ന ഒരു പരിപാടിയല്ല. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഗമീറ്റ്സ് ഫോളോഡ് ബൈ ദ ഫെർട്ടിലൈസേഷൻ, ദ ഫോർമേഷൻ ഓഫ് ദ സൈഗോട്ട് ആൻഡ് എംബ്രിയോജനസിസ്. ഒറ്റയടിക്ക് നമുക്കൊരു തലമുറേനെയോ ഒരു പുതിയ ജനറേഷനെയോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി വ്യത്യസ്തമായ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരിക്കണം. സോ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് മെയിൽ, ഫീമെയിൽ എന്ന് പറയുന്ന രണ്ട് പാരന്റ്സ് ഉണ്ടായിരിക്കും. സോ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഒരു പ്രത്യേകതയാണ് രണ്ട് പാരന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ട് പാരന്റ്സ് ഉണ്ടായിരിക്കും. അതിൽ
മെയിൽ എന്ന് പറയുന്ന ഒരു വിഭാഗവും ഫീമെയിൽ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ സെക്ഷൽ റീപ്രൊഡക്ഷൻ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന രണ്ട് വിഭാഗമാണ് സെക്ഷൽ റീപ്രൊഡക്ഷനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ദെൻ എന്തൊക്കെയാണ് അടുത്തത് നമ്മൾ നോക്കണ്ടേ നോക്കൂ. റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കോംപ്ലക്സ് ആണ് എന്ന് പറഞ്ഞു അല്ലെ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ് നടക്കാൻ പോകുന്നത്. ദ സർവൈവൽ ഓഫ് ദ ഹ്യൂമൻ പോപ്പുലേഷൻ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ റീപ്രൊഡക്ഷൻ. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും പോപ്പുലേഷൻ, നമ്മുടെയൊക്കെ പാരമ്പര്യം നിലനിർത്തി പോകുന്നത് റീപ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. ആൾ ഹ്യൂമൻ ബീയിങ്സ് അണ്ടർഗോ എ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. നമ്മളിൽ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. ഇൻ ദിസ് പ്രോസസ് 2 parents are involved at producing a new individual. 2 parents ഇൻവോൾവ് ചെയ്ത് പുതിയ ഒരു തലമുറ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കാൻ പോകുന്ന പ്രോസസ്. സോ ഈ 2 പാരൻസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഓഫ്സ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. പുതിയൊരു തലമുറ ഉണ്ടാവുന്നത് 2 ഗമീറ്റുകൾ കൂടി ചേർന്നിട്ടാണ്. സോ ഈ ഗമീറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സെക്സ് സെൽ എന്ന് പറയുന്ന 2 ഗമീറ്റ്സ് ഉണ്ട്. ഫ്രം ഈച്ച് പാരന്റ്, 1 ഫ്രം ഈച്ച് പാരന്റ്. അമ്മയിൽ നിന്നും വരുന്നതുണ്ട്, അച്ഛനിൽ നിന്ന് കിട്ടുന്നതുണ്ട്. അങ്ങനെയാണെങ്കിൽ മെയിലിൽ നിന്ന് വരുന്ന ഗമീറ്റിനെ നമ്മൾ ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, സ്പേം എന്ന് വിളിക്കും അല്ലെ. ഫീമെയിൽസ്, അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ എഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓവം എന്ന് വിളിച്ചിട്ടുണ്ടാവും. സോ സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ടാണ് അടുത്ത തലമുറ ഉണ്ടാവുന്നത്. Hence, the newly formed individuals will be different from parents both genetically and physically. നോക്കൂ, ഈ 2 കാര്യങ്ങൾ, 2 ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പുതിയ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ എന്ന് പറയുന്നത് ജനറ്റിക്കലി, ഫിസിക്കലി, മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ആളുകളും ഒരേപോലെ ആവുമായിരുന്നു കാണാൻ. ഓക്കെ, പക്ഷെ നമ്മൾ എങ്ങനെയാണോ, ഒരേപോലെയാണോ കാണാൻ? അല്ല, നമുക്ക് ഓരോരുത്തർക്കും ജനറ്റിക്സ് വേറെയാണ്, നമ്മുടെ മോർഫോളജി അപ്പിയറൻസ് വേറെയാണ്, ഫിസിക്കൽ അപ്പിയറൻസ് വേറെയാണ്. ഓരോന്നിലും ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഡിഫറൻസ് കാണിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. സോ ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്ത് തരുന്നുണ്ട് നമുക്ക്? ഡൈവേഴ്സിറ്റി. നാം ഓരോരുത്തരും ഡിഫറെൻ്റ് ആവാനുള്ള കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് രണ്ടും അല്ലാതെ നമുക്ക് മാത്രമായ ചില ഫീച്ചറുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ഓൺലി പോസിബിൾ ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കോംപ്ലക്സ് പ്രോസസ് ആണ് നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. ഇൻ ഹ്യൂമൻ ബീയിങ്സ് ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഹാവ് ഡിഫറെന്റ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഹെൻസ് ദേ ആർ നോൺ ടു ബി എക്സസ്ഡ് സെക്ഷൽ ഡൈമോർഫിസം. മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്ന ആൾക്കാരാണ്. വാട്ട് ഈസ് സെക്ഷൽ ഡൈമോർഫിസം? ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൈ ബൈ എന്നൊക്കെ പറഞ്ഞാൽ 2. സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. വ്യത്യസ്ത റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തോടു കൂടി, വ്യത്യസ്ത മോർഫോളജിയോടുകൂടി 2 വിഭാഗം, സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന 2 വിഭാഗമാണ് നമുക്ക് കാണുന്നത്. നമുക്ക് നല്ല മൃഗങ്ങളിലും കാണാം, ഹയർ ഓർഗാനിസത്തിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ബാക്ടീരിയ, ഫംഗസ് പോലുള്ള കേസുകളിൽ ഫീമെയിൽ ബാക്ടീരിയ, മെയിൽ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മൾ സെക്ഷലി ഡൈമോർഫിക് ആണ്, അല്ലെങ്കിൽ സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് എന്ന് ഓർത്ത് വെക്കണം. ദെൻ മെയിൽസ് ഹാവ് testes or testicles while the females have a pair of ovary. മെയിൽസിന്റെ കേസിലാണെങ്കിൽ റീപ്രൊഡക്ഷന് വേണ്ടി ടെസ്റ്റസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ ഓവറീസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇത് മെയിൽസിലാണെങ്കിൽ ഒരു പെയർ ഓഫ് ടെസ്റ്റിസും ഫീമെയിൽസിലാണെങ്കിൽ a pair of ഓവറീസുമാണ് പ്രധാനപ്പെട്ട റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയാൻ പറ്റുന്നത്. Then for sexual reproduction, female reproductive system produce ova
ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പ്രൊഡ്യൂസ് സ്പെർം. നേരത്തെ പറഞ്ഞു അല്ലെ, രണ്ട് ഗമീറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് ഓവ അല്ലെങ്കിൽ ഓവം ഓർ എഗ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് സ്പെർം എന്ന് പറയുന്ന ഗമീറ്റ്സിന് ഉണ്ടാക്കുന്നത്. സ്പേം നമ്മൾ മലയാളത്തില് പുംബീജം എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതിനെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു, അണ്ടം പ്ലസ് പുംബീജമാണ് ഉണ്ടാവുന്നത് അല്ലെ. സ്ത്രീകൾ അണ്ടവും പുരുഷന്മാര് പുംബീജവുമാണ് നിർമ്മിക്കുന്നത്. ദെൻ വി ആർ വിവിപാരസ്. നമ്മള് വിവിപാരസ് ആണ്. ദാറ്റ് മീൻസ് ഗിവ് ബർത്ത് ടു ഓഫ്സ്പ്രിങ്സ്. നമ്മൾ അടുത്ത തലമുറേനെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ പ്രസവിച്ച് പാല് കൊടുത്ത് വളർത്തുന്ന ജീവികളാണ്. നമ്മൾ അതിനെ കോമൺ ആയിട്ട് വേറൊരു ടേം പണ്ട് പഠിച്ചിട്ടുണ്ടാവും, വി ആർ മാമൽസ്. മാമൽസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് നമ്മൾ പെടുന്നത്. അപ്പൊ പ്രസവിക്കാൻ ശേഷിയുള്ള ആളുകളായതുകൊണ്ട് നമ്മൾ വിളിച്ചു നമ്മൾ വിവിപാരസ് ആണ്. ഇനി കോഴിയൊക്കെ ആണെങ്കിൽ മുട്ടയിടുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? വിവിപാരസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഒവിപാരസ്. ഒവിപാരസ്. വിവിപാരസിന്റെ ഓപ്പോസിറ്റ് ആണ് ഒവിപാരസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളൊരു റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ അല്ലെ. നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓരോരുത്തരും നോക്കുന്നു. ഫസ്റ്റ് വി ആർ ഗോണ ഡിസ്കസ് അബൌട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സ്ത്രീകളിലെ പ്രത്യുൽപാദന വ്യവസ്ഥ എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ആദ്യം നമ്മൾ ഫീമെയിലും ദെൻ മെയിലും പഠിക്കുക. അതിന് ശേഷം കുറച്ച് ഇവന്റ്സ് നമുക്ക് നോക്കാനുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഏതൊക്കെയാണ് പാർട്സ് എന്നുള്ളത് അറിഞ്ഞു നോക്കാം. ഓരോ പാർട്ടിലും പ്രത്യേകമായ ചില ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യനിൽ കാണുന്നത് കേട്ടോ. സോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഇമേജ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഉള്ളത് അല്ലെ. ആസ് എ സ്ത്രീ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് അറിയുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നോക്കാം. വജൈന, സെർവിക്സ്, യൂട്രസ്, ഓവറീസ്, ഫെലോപ്പിയൻ ട്യൂബ്യൂൾ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. വജൈന, സെർവിക്സ്, യൂട്രസ്, ഓവറീസ് ആൻഡ് ഫെലോപ്പിയൻ ട്യൂബ്യൂൾസ്. ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഓരോ ഭാഗത്തിനും പ്രത്യേകതയുണ്ട്. നമുക്ക് നോക്കാം ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന്. സോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം 3 പാർട്ടായിട്ട് നമുക്ക് പറയാം. മെയിൻലി 3 ഏരിയാസ് നമുക്ക് മാറ്റാം. ഓക്കെ, 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ്, എ പെയർ ഓഫ് ഓവറീസ്. ഓക്കെ, ഒരു പെയർ ഓവറീസ് ഉണ്ട്. ദെൻ ആക്സസറി ഡക്റ്റുകൾ കാണുന്നുണ്ട്. ദെൻ എക്സ്റ്റേണൽ ജനചാലിയ. അങ്ങനെ 3 ഭാഗം. നമ്മൾ നേരത്തെ പേര് പഠിച്ച ആളുകളെയൊക്കെ 3 സെഷന്റെ ഭാഗത്തോട്ട് മാറ്റിയിരിക്കുന്നു. എ പെയർ ഓഫ് ഓവറീസ്, ആക്സസറി ഡക്റ്റ് ആൻഡ് എക്സ്റ്റേണൽ ജനറ്റാലിയ. ഇനിയാണ് ഇതിൽ ഓരോന്നും നമുക്ക് നോക്കേണ്ടത് കേട്ടോ. അതില് ഫസ്റ്റ് വൺ ഈസ് ഓവറീസ്. എത്ര ഓവറീസ് ഉണ്ട്? നമുക്ക് ഒരു പെയർ ഓവറീസ് ആണുള്ളത്, അല്ലെങ്കിൽ 2 എണ്ണം. എണ്ണമാണെങ്കിൽ 2, അല്ലെങ്കിൽ ഒരു പെയർ ഓവറീസ് ഉണ്ട്. ഓവറീസ് ആർ ദ പ്രൈമറി സെക്സ് ഓർഗൻ. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ പ്രൈമറി സെക്സ് ഓർഗൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഓവറീസ് എന്നറിയപ്പെടുന്നത്. വിച്ച് പ്രൊഡ്യൂസ് ഫീമെയിൽ ഗാമീറ്റ്. ഫീമെയിൽ ഗാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പേര് പറഞ്ഞു നോക്കിയേ, ഫീമെയിൽ ഗാമീറ്റിന്റെ പേരെന്താ? എഗ് അല്ലെങ്കിൽ ഓവ. ഓവ അല്ലെങ്കിൽ ഓവം, എന്ത് വേണമെങ്കിലും പറയാം. ആൻഡ് സെവറൽ സ്റ്റീറോയിഡ് ഹോർമോൺസ്. ഓവറീസിന്റെ പണി വേറൊരു പണിയും കൂടി ഉണ്ട്. ഓവം ഉണ്ടാക്കുക എന്നുള്ള പണി മാത്രമല്ല, കൂടാതെ എന്ത് പണിയും കൂടെ ചെയ്യുന്നുണ്ട്? സ്റ്റീറോയിഡ് ഹോർമോൺസ് അല്ലെങ്കിൽ എന്ത് പറയും, നമ്മുടെ സ്ത്രീ ഹോർമോൺസ് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്തു പറയും? സ്ത്രീ ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ഹോർമോൺസ് ഏതൊക്കെയാണ്? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ. ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. ഇതിനൊക്കെ ഉണ്ടാക്കാനും ആര് സഹായിക്കുന്നുണ്ട്? ഓവറീസ് സഹായിക്കുന്നുണ്ട്. ദെൻ ലൊക്കേറ്റഡ് 1 on each side of the lower abdomen. നമ്മുടെ ലോവർ അബ്ഡോമന്റെ 2 സൈഡിലായിട്ടാണ് ഓരോ ഓവറീസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. കണക്റ്റഡ് ടു ദ പെൽവിക് വാൾ ആൻഡ് യൂട്രസ് ബൈ ലിഗമെന്റ്സ്.
ലിഗമെന്റ്സ് ഉപയോഗിച്ചിട്ട് ഈ ഓവറീസിനെ നമ്മുടെ യൂട്രസുമായിട്ടും അതുപോലെ നമ്മുടെ പെൽവിസിന്റെ വാളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഓവറീസ്, ഒരു പേര് ഓവറീസ്. ഈച്ച് ഓവറീസ് ആൽമണ്ട് ഷേപ്ഡ്. ആൽമണ്ട് ഷേപ്ഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിട്ടാണ് നമ്മുടെ ഓവറീസ്. കറക്റ്റ് എന്താ പറയുക, സർക്കിൾ എന്നുള്ള രീതിയിലല്ല, ആൽമണ്ട് ഷേപ്പിലാണ് കാണുന്നത്. കവേർഡ് ബൈ അ തിൻ എപ്പിത്തീലിയം വിച്ച് എൻക്ലോസസ് ദ ഓവേറിയൻ സ്ട്രോമ. ഓക്കെ, നമ്മുടെ ഓവം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓവറി എന്ന് പറയുന്നത് ഒരു ആൽമണ്ട് ഷേപ്പിലാണ്. ഈ ഓവറി എന്ന് പറയുന്ന ഇതിനെ മൊത്തത്തിൽ ലൈൻ ചെയ്തിട്ട് തിന്നായിട്ടുള്ള എപ്പിത്തീലിയൽ മെംബ്രെയിൻസ് കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒവേറിയൻ സ്ട്രോമ എന്ന് പറയുന്നത്. ഓക്കെ, ഓവറിയൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർത്ത് നമ്മൾ എന്ത് പേര് വിളിച്ചു? ഒവേറിയൻ സ്ട്രോമ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒവേറിയൻ സ്ട്രോമ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 സോൺസ്. ഓക്കെ, ഒവേറിയൻ സ്ട്രോമയ്ക്ക് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ആൻഡ് ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല്ല. പുറമെ ഒരു കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗവും ഉള്ളില് മെഡുല്ല എന്ന് പറയുന്ന ഒരു ഏരിയയുമാണ് കാണുന്നത്. കോർട്ടെക്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നുമില്ല. ബട്ട് മെഡുല്ലയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഈ മെഡുല്ലയുടെ അകത്ത് ഒരുപാട് റൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. കണ്ടെയ്ൻസ് മെനി റൗണ്ടഡ് ബോഡീസ്, ഒവേറിയൻ ഓർ ഗ്രാഫിയൻ ഫോളിക്കിൾ അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. നമ്മളിപ്പം നമ്മുടെ ഒവേറിയൻ സ്ട്രോമേന്റെ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പല പല സൈസിലുള്ള ഫോളിക്കിൾസ് കാണാൻ പറ്റും, റൗണ്ടഡ് ആയിട്ടുള്ള ബോഡീസ് കാണാൻ പറ്റും. ആ ബോഡീസിനെ നമുക്ക് ഒവേറിയൻ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയാം. ഇപ്പോൾ ഒവേറിയൻ സ്ട്രോമേന്റെ അകത്താണ് ഫോളിക്കിൾസ് കാണാൻ പറ്റുന്നത്. ദെൻ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പണി? ഈ ഫോളിക്കിൾസ് ഒക്കെ എന്താന്നുള്ളത് നമുക്കറിയാം അല്ലെ. നോക്കൂ, ഇതാണ് നമ്മുടെ ഒവേറിയൻ സ്ട്രോമ എന്ന് പറയുന്നത്. ഈ ഒവേറിയൻ സ്ട്രോമേന്റെ അകത്ത് കണ്ടോ പല പല സൈസിലുള്ള ഫോളിക്കിൾസ് ഇങ്ങനെ ഇരിക്കുന്നത് കാണാനില്ലേ? ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാ? ഒവേറിയൻ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്ന് പറയാം. അപ്പൊ ഇതാണ് സ്ട്രോമ. ഈ സ്ട്രോമേന്റെ ചുറ്റും കണ്ടോ, ചുറ്റും കാണുന്നത് ഒരു തിന്നായിട്ടുള്ള എപ്പിത്തീലിയത്തിന്റെ ഒരു ലെയർ ആണ്. സോ ക്യൂബോയിഡൽ എപ്പിത്തീലിയം കൊണ്ടാണ് ഒവേറിയൻ സ്ട്രോമ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ആ തിൻ എപ്പിത്തീലിയം എന്ന് പറഞ്ഞത് എന്താണ്? ആക്ച്വലി ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് ആണ്. അതിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുറെ യെല്ലോ കളേർഡ് ആയിട്ടുള്ള പാർട്ട് കാണാനുണ്ടായിരിക്കും അല്ലെ. ഈ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള പാർട്ട്, ഈ പാർട്ടാണ് നമ്മുടെ ഓവറിയുടെ സ്ട്രോമയുടെ കോർട്ടെക്സ് എന്നറിയപ്പെടുന്നത്. സോ ഔട്ടർ പാർട്ടാണ് കോർട്ടെക്സ്. ദെൻ ഉള്ളില് കാണുന്ന ഈ ഭാഗമാണ് ഈ ഇന്നർ പോർഷൻ ഈസ് നോൺ ആസ് മെഡുല്ല. ദെൻ ഇവിടെ ഹൈലം എന്ന് പറയുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. ഈ ഹൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീപ്രൊഡക്ഷനിൽ മാത്രമല്ല കിഡ്നി പഠിക്കുന്ന സമയത്തും യൂസ് ചെയ്യുന്ന കോമൺ ബയോളജിക്കൽ ടേം ആണ്. നമ്മൾ നേരത്തെ ആൻട്രം എന്ന് പറഞ്ഞതുപോലെ കാണുന്ന ഒരു കോമൺ, അതായത് ഈ നെർവും അതുപോലെ ബ്ലഡ് വെസൽസ് ഒക്കെ എൻ്റർ ചെയ്യുന്ന ഒരു ഡിപ്രഷനെ നമ്മൾ ബയോളജിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേം ആണ് ഹൈലം എന്ന് പറയുന്നത്. സോ ഹൈലം ഓവറിന്റെ കേസിൽ നമുക്ക് ഹൈലം കാണാൻ പറ്റും. കിഡ്നിയുടെ സ്ട്രക്ചർ നോക്കുമ്പോഴും നമുക്ക് ഹൈലം എന്ന് പറയുന്ന ഭാഗം കാണാം. സിംപ്ലി ഇറ്റ്സ് എ ഡിപ്രഷൻ. നമ്മളെ നെർവും ബ്ലഡ് വെസൽസും ലിംഫാറ്റിക് വെസൽസും ഒക്കെ എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്ന ആയിട്ടുള്ള ഒരു കുഴിഞ്ഞൊരു ഭാഗത്തിനെ നമ്മൾ വിളിച്ച ഒരു പേരാണ് എന്നുള്ളത് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ എന്തൊക്കെ കിട്ടി? ഓവറീസ് എന്ന് പറയുന്നത് ലിഗമെന്റ്സ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് നമുക്കറിയാം. ഒവേറിയൻ സ്ട്രോമ, അതിന്റെ ചുറ്റും കുറെ എപ്പിത്തീലിയൽ തിന്നിൻ ലൈനിങ് ഉണ്ട് എന്നറിയാം. കോർട്ടെക്സ്, മെഡുല്ല എന്ന് പറഞ്ഞിട്ട് 2 ഭാഗങ്ങൾ ഉണ്ട് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇതും നമ്മുടെ ഓവറിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ്. പല വലിപ്പത്തിലുള്ള ഫോളിക്കിൾസ്. ആ ഫോളിക്കിൾസിനെ നമ്മൾ പല പേരിൽ അറിയപ്പെടുക. പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നൊക്കെ പറഞ്ഞ് പല പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പല സൈസിലായിരിക്കും. ഇതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജസിനനുസരിച്ചിട്ടുള്ള സൈസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ സ്ട്രക്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എക്സ്റ്റേണൽ ജെനറ്റാലിയ. നമ്മുടെ ഓവറീസിനെ കുറിച്ച് കഴിഞ്ഞാൽ അടുത്ത ഭാഗമാണ് എക്സ്റ്റേണൽ ജെനറ്റാലിയ എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള പാർട്ട്. ഇപ്പോൾ ഫീമെയിൽസിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഓവറി നമുക്ക് ഡയറക്ട്ലി വിസിബിൾ ആണോ, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണോ?
സ്കാൻ ചെയ്യുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ബിക്കോസ് അത് നമ്മുടെ ബോഡിയുടെ ഉള്ളിലായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള ഭാഗമാണ് എക്സ്റ്റേണൽ ജെനറ്റാലിയ എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി സെക്ഷൽ ഇന്റർകോഴ്സ് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ നമ്മൾ കോയിറ്റസ് എന്ന് പറയും, കോപ്പുലേഷൻ, അങ്ങനെ പല വാക്കുകളുണ്ട്. സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് ആക്റ്റീവ് ആവുന്ന റീജിയൻ ആണ് എക്സ്റ്റേണൽ ജെനറ്റാലിയ എന്ന് പറയുന്ന ഭാഗം. സോ എക്സ്റ്റേണൽ ജെനറ്റാലിയയ്ക്ക് ഒരുപാട് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് മോൺസ് പ്യൂബസ് എന്ന് പറയുന്ന ഭാഗം, ലേബിയ മേജറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലിറ്റോറസ്. ഇത്രയും ഭാഗങ്ങൾ, ഈ 5 ഭാഗങ്ങളാണ് എക്സ്റ്റേണൽ ജെനറ്റാലിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻ ചെയ്യുന്ന ഭാഗങ്ങൾ തന്നെയാണ്. യുറേത്ര എന്ന് പറയുന്ന ഭാഗം കണ്ടോ, യുറേത്ര നമ്മുടെ യൂറിൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ഭാഗമാണ് യുറേത്ര എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് വജൈനൽ ഓപ്പണിങ് അല്ലെ, വജൈന എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, വജൈനയ്ക്ക് ഒരു ഓപ്പണിങ്ങും ഉണ്ട്. ദെൻ അതിന്റെ താഴെയായിട്ടാണ് ഏനസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണുക. ഏനസിന്റെയും വജൈന ഓപ്പണിങ്ങിന്റെയും ഒക്കെ ഇടയിലായിട്ട് കാണുന്ന സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിനിയം എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ജെനറ്റാലിയയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് മോൺസ് പ്യൂബസ്. മോൺസ് പ്യൂബസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കുഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ കവേർഡ് ബൈ സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ. നമ്മുടെ അബ്ഡമന്റെ താഴെയായിട്ട് കുറച്ച് ഫ്ലഷി ആയിട്ട് കാണുന്ന, കുറച്ച് ഹൈറ്റിൽ കാണുന്ന ഹെയേഴ്സ് ഒക്കെ നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോൺസ് പ്യൂബസ് എന്ന് പറയുന്നത്. ഓക്കെ, കവേർഡ് ബൈ പ്യൂബിക് ഹെയർ, പ്യൂബിക് ഹെയർ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഭാഗമാണ് മോൺസ് പ്യൂബസ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലേബിയ മേജറ. Labia majora means fleshy fold of tissue which extend down from the mons pubis and surrounds the vaginal opening. Mons pubisൽ നിന്ന് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതും നമ്മുടെ വജൈനൽ ഓപ്പണിങ്ങിനെ കവർ ചെയ്യുന്നതുമായിട്ടുള്ള ഏരിയ, ആ ഒരു ലിപ്സിനെ പറയുന്ന പേരാണ് ലേബിയ മേജറ. സോ മോൺസ് പ്യൂബിസ് എന്ന് താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലാർജ് ആയിട്ടുള്ള ഫോൾഡിനെ നമ്മൾ പറയുന്നതാണ് ലേബിയ മേജറ. ഇനി അതുപോലെ തന്നെ ഒരു പേരാണ് ലേബിയ മൈനോറ എന്ന് പറയുന്നത്. മേജറ മീൻസ് വലുതെന്ന് ഓർക്കുക, മൈനോറ മീൻസ് ചെറുതാണെന്ന് ഓർക്കുക. പെയർഡ് ഫോൾസ് ഓഫ് ടിഷ്യൂ അണ്ടർ ദ ലേബിയ മേജറ. ലേബിയ മേജറ എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ഉള്ളിലായിട്ട് പെയറായിട്ട് ചെറിയൊരു ഫോൾഡ് ഓഫ് ടിഷ്യൂ കാണുന്നുണ്ട്. ദാറ്റ് ഇസ് നോൺ ആസ് ലേബിയ മൈനോറ. എക്സാക്ട്ലി നോക്കുകയാണെങ്കിൽ നമ്മുടെ വജൈനൽ ഓപ്പണിങ്ങിന്റെ തൊട്ടടുത്തായിട്ട് കാണുന്നത് ലേബിയ മൈനോറ എന്ന് പറയുന്ന ഭാഗമായിരിക്കും. ദെൻ അനദർ റീജിയൻ ഈസ് ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസ് ഇസ് എ ടൈനി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, അല്ലെങ്കിൽ ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ്. ലൈസ് എബവ് ദ യുറേത്രൽ ഓപ്പണിംഗ്. നമ്മുടെ യുറേത്ര, യൂറിൻ പാസ് ചെയ്യുന്ന ഓപ്പണിങ്ങിന്റെ തൊട്ടു മുകളിലായിട്ട് കാണുന്ന ഒരുപാട് നെർവ് എൻഡിങ്സ് ഒക്കെ വരുന്ന, നമ്മൾ ജി സ്പോട്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, അങ്ങനെയുള്ള ഒരു റീജിയൻ ആണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ദെൻ ഫൈനൽ ഹൈമൻ എന്ന് പറയുന്ന ഭാഗം. ഹൈമൻ ഈസ് എ തിൻ മെംബ്രെയിൻ, വളരെ തിന്നായിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ് ഹൈമൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എവിടെയാ കാണുന്നത്, സീൻ അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് ദ വജൈന, വജൈനൽ ഓപ്പണിങ്ങിന്റെ അടുത്തായിട്ട് കാണുന്നു. ഇനി ഈ ഒരു മെംബ്രെയിൻ എന്ന് പറയുന്ന ഹൈമൻ എന്ന് പറയുന്നത് സംടൈംസ് ഫുള്ളി കവേർഡ് ആയിട്ട് കാണുന്ന കേസുകൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ പാർഷ്യലി കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇപ്പം വജൈനൽ ഓപ്പണിങ്, ഇതാണ് വജൈനൽ ഓപ്പണിങ് എന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഈ ഹൈമൻ എന്ന് പറയുന്നത് പാർഷ്യൽ ആയിട്ട് ഈ ഒരു ഓപ്പണിങ്ങിനെ കവർ ചെയ്തിട്ടായിരിക്കാം കാണുന്നത്. ഇനി സംടൈംസ് ചില ആളുകളുടെ കേസിൽ ഈ ഹൈമൻ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് വജൈനൽ ഓപ്പണിങ്ങിനെ കവർ ചെയ്തിട്ടും കാണാറുണ്ട്. സോ ഹൈമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേം നമ്മൾ കന്യാചർമ്മം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്, ഒരു മിത്ത് അടങ്ങിയ ഒരു ടേം ആണ്. എന്താണ് ഹൈമനുമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു മിത്ത് എന്ന് പറയുന്നത്? പലപ്പോഴും ഹൈമൻ എന്ന് പറയുന്നത് ഒരു വിർജിനിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ടാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, നമ്മുടെ കന്യകാത്വം തെളിയിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ഹൈമനെ പലരും
യൂസ് ചെയ്തിരുന്നത്. അതായത് ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പല ആളുകളും വിചാരിക്കുന്നത് ഈ ഹൈമൻ ബ്രേക്ക് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്, സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് മാത്രമേ എന്ത് ബ്രേക്ക് ആവൂ എന്ന് വിചാരിക്കുന്നു, ഹൈമൻ ബ്രേക്ക് ആവൂ എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, പലരും ഇതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കും. അതായത് ഇത് ബ്രേക്ക് ആവുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവും, ചെറിയ രീതിയിൽ 1 or 2 ഡ്രോപ്പ് ഒക്കെ പോലെ ബ്ലീഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സ്വാഭാവികമായിട്ടും വിചാരിക്കാം, ഓക്കെ ഫസ്റ്റ് സെക്ഷൽ ഇന്റർകോഴ്സ് ആണ് എന്ന് തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ആള് വിർജിൻ ആണ് എന്ന് തീരുമാനിക്കും. ഇനി അങ്ങനെ ഒരു ബ്ലഡ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് വിചാരിക്കുകയാണ് ആൾക്കാര്, സെക്ഷലി ആക്റ്റീവ് ആയിരുന്ന ആളായിരുന്നു, ഷീസ് നോട്ട് എ വിർജിൻ എന്ന് വിചാരിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു വിർജിനിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ഹൈമനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ബിക്കോസ് ഈ ഹൈമൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും കാണാൻ എത്രത്തോളം വ്യത്യസ്തരാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് പാർട്ടും. വളരെയധികം ഡിഫറൻസ് ഉണ്ടായിരിക്കും. എക്സ്പെഷ്യലി ഓരോ ആളിലും പല ടൈപ്പ് ഓഫ് ഹൈമൻസ് കാണാം. ചില ആളുകളിൽ ഹൈമൻ എന്ന് പറയുന്നത് നോക്കൂ, ഇതാണ് നമ്മുടെ വജൈനൽ ഓപ്പണിംഗ് എന്നുണ്ടെങ്കിൽ ഈ വജൈനൽ ഓപ്പണിങ്ങിനെ ചുറ്റി ഇങ്ങനെ കാണാം, നടുക്ക് മാത്രം ഓപ്പണിങ്ങും അതിന് ചുറ്റും ഒരു മെംബ്രെയിൻ പോലെ കാണുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ചില കേസിൽ ഇങ്ങനെ ഹാഫ് മൂൺ ഷേപ്പിലായിട്ടായിരിക്കാം നമ്മുടെ ഹൈമൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചില കേസിലാണെങ്കിൽ ചില ആളുകളുടെ കേസിൽ ഫുള്ളായിട്ട് കവർ ചെയ്യാം. അതല്ലെങ്കിൽ ഈവൻ ഹൈമൻ ഇല്ലാതെ ജനിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഹൈമൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിർജിനിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി അതില് the hymen is often torn during the first coitus or intercourse. Maybe ഫസ്റ്റ് കോയിറ്റസിന്റെ സമയത്ത് അല്ലെങ്കിൽ ആദ്യമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് ഹൈമൻ ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബട്ട് നമുക്കത് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ആൾസോ ബി ബ്രോക്കൺ ബൈ എ സഡൻ ഫോൾ. പെട്ടെന്നൊരു വീഴ്ച, നമ്മൾ ഇങ്ങനെ ലോവർ ബോഡി തട്ടി വീഴുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസേർഷൻ ഓഫ് എ വജൈനൽ ടാമ്പൻസ്, നമ്മൾ ടാമ്പൻസോ അതേപോലെ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സം സ്പോർട്സ് ലൈക്ക് ഹോഴ്സ് റൈഡിങ്, സൈക്ലിംഗ് പോലുള്ള സ്പോർട്സ് ആക്ടിവിറ്റി ഉള്ളവരാണെങ്കിൽ ഈ ഹൈമൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ബ്രേക്ക് ആവാനുള്ള ചാൻസ്, നമ്മുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു സമയത്ത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, then in some women the hymen persists even after coitus. പക്ഷെ ചില കേസിൽ നോക്കൂ, ഈ ഹൈമൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫസ്റ്റ് ഇന്റർകോഴ്സിന്റെ സമയത്ത് ബ്രേക്ക് ചെയ്യണം എന്നും ഇല്ല, അതിനുശേഷം അത് പെർസിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ ഇസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. സോ ഹൈമന്റെ പ്രസൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട്, വെർജിനിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്തു വെക്കുക. നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചാ? പ്രധാനമായിട്ടുള്ള എക്സ്റ്റേണൽ ജെനറ്റാലിയനെ കുറിച്ചാണ് പറഞ്ഞത്. സോ അതായിരുന്നു, ആ 5 കാര്യങ്ങളായിരുന്നു വരുന്നത്. ദെൻ മൂന്നാമത്തെ ഭാഗം ആക്സസറി ഡക്റ്റുകളുണ്ട്. ഡക്റ്റ് മീൻസ് കുഴല് എന്ന് പറയാം അല്ലെ. ഓവറീസും നമ്മൾ ഈ പറഞ്ഞ 5 ആൾക്കാരും അല്ലാതെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രക്റ്റില് കുഴല് പോലെയുള്ള കുറച്ച് ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ, ഫസ്റ്റ് വൺ ഈസ് ദ ഓവിഡക്റ്റ് ഓർ ഫെലോപ്പിയൻ ട്യൂബ്യൂൾ, യൂട്രസ് ആൻഡ് വജൈന. ആക്സസറി ഡക്റ്റിൽ വരുന്ന 3 പേരാണ് ഫെലോപ്പിയൻ ട്യൂബ്യൂൾ അല്ലെങ്കിൽ ഒവിഡക്റ്റ്, യൂട്രസ്, വജൈന. 3 ഭാഗങ്ങളാണ്. അതിൽ ഫസ്റ്റ് ഭാഗം നമുക്ക് പരിചയപ്പെടാം, ഒവിഡക്റ്റ്. ഒവിഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പേര് നമ്മൾ പഠിച്ചു, ഫെലോപ്പിയൻ ട്യൂബ്യൂൾ. 2 പേരും ഓർക്കണം, ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പേരും കാണാനുള്ള സാധ്യതയുണ്ട്. സോ oviduct or fallopian tubule. It's a muscular tube of 10 to 12 centimeter long which carry the ovum from the ovary to the uterus. അതാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്ത് ചെയ്യുന്നു? ഓവറിയിൽ നിന്ന് ഓവത്തിനെ യൂട്രസിലോട്ട് എത്തിക്കുന്നു. ഇതാണ് ആരുടെ പണി? ഒവിഡക്റ്റിന്റെ പണി. ഓവറിയിൽ നിന്ന് ഓവത്തിനെ നമ്മുടെ യൂട്രസിലോട്ട് ക്യാരി ചെയ്യുന്ന ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് നമ്മുടെ ഒവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഈ ഫെലോപ്പിയൻ ട്യൂബ്യൂൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. ഒരു 10 to 12 സെന്റിമീറ്റർ ഉണ്ട്.
ആ 10-12 സെന്റിമീറ്റർ ഉള്ള ഡക്റ്റിനെ നമുക്ക് 3 ഭാഗമായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഫെന്റിബുലം. ഫസ്റ്റ് റീജിയൻ ഈസ് നോൺ ആസ് ഇൻഫെന്റിബുലം. സെക്കൻഡ് റീജിയൻ ഈസ് ആംപ്യുല ആൻഡ് തേർഡ് റീജിയൻ ഈസ് ഇസ്തമസ്. ഓക്കെ, അപ്പൊ 3 ഭാഗങ്ങളാണ് ഇൻഫെന്റിബുലം, ആംപ്യുല, ഇസ്തമസ്. ഇങ്ങനെ 3 പാർട്ടാക്കിയിട്ടാണ് നമ്മളെ ഇങ്ങനെ 3 പാർട്ടാക്കിയിട്ടാണ് നമ്മളുടെ ഫെലോപ്പിയൻ ട്യൂബ്യൂളിനെ നമ്മൾ തരം തിരിച്ചിട്ടുള്ളത്. ഇനി ഓരോന്നും നമുക്ക് പിക്ചർ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. പിക്ചർ നോക്കൂ. ഇതാണ് നമ്മുടെ ഓവറി. ഓക്കെ, ഓവറിന്ന് ഇങ്ങനെ ഒരു ട്യൂബ് ഇങ്ങനെ വരുന്നുണ്ടോ? ഈ ട്യൂബാണ് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്. അതിൽ ആദ്യത്തെ പോർഷൻ, ഓവറിയുടെ അടുത്ത് കാണുന്ന പോർഷനാണ് ഇൻഫെന്റിബുലം. ഇൻഫെന്റിബുലം ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും. ആ ഇൻഫെന്റിബുലത്തിന്റെ ടിപ്പിലായിട്ട് ഫിംഗർ പോലെ ഒരു പ്രൊജക്ഷൻ കാണുന്നില്ലേ? ഫിംഗർ പോലെ ഇങ്ങനെ കാണുന്നില്ലേ? ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിംബ്രെ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഓഫ് ഇൻഫെന്റിബുലം ഈസ് നോൺ ആസ് ഫിംബ്രെ എന്നാണ് അറിയപ്പെടുന്നത്. പണി വേറൊന്നുമല്ല, നമ്മുടെ കൈ അല്ലെങ്കിൽ വിരലുകൾ എന്തിനു സഹായിക്കും നമ്മളെ? നോക്കി, ഈ വിരല് വെച്ചിട്ടല്ലേ ഞാൻ ഈ പേന ഗ്രാബ് ചെയ്തത്, പിടിച്ചെടുത്തത്. സോ ഫിംബ്രേന്റെ പണി വേറൊന്നുമല്ല, ഓവറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തിനെ ക്യാരി ചെയ്യാൻ, അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ സഹായിക്കുക. അപ്പൊ ഓവത്തിനെ കളക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഇൻഫെന്റിബുലത്തിന്റെ ഭാഗമാണ് ഫിംബ്രെ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇൻഫെന്റിബുലം കഴിഞ്ഞാൽ അടുത്ത ഭാഗം, ഇത്രയും വലിപ്പമുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആംപ്യുല. ദെൻ ആംപ്യുല കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം, ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഭാഗത്തിനെ നമ്മൾ വിളിക്കും ഇസ്തമസ്. ഓക്കെ, ദീസ് ആർ ദ 3 മേജർ പാർട്സ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്യൂൾ. ഇനി ഫെലോപ്പിയൻ ട്യൂബ്യൂൾ നമ്മൾ പറഞ്ഞ സാധനം തന്നെ നോക്കിയേ. ദ പാർട്ട് ക്ലോസർ ടു ദ ഓവറി, ദ ഫണൽ ഷേപ്ഡ് ഇൻഫെന്റിബുലം. ഫണല് പോലെയുള്ള ഇൻഫെന്റിബുലമാണ് ഓവറിന്റെ അടുത്ത് നിൽക്കുന്ന ഭാഗം. ദ എഡ്ജസ് പൊസസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് ഫിംബ്രെ. ഇൻഫെന്റിബുലത്തിന്റെ എഡ്ജസ്, അറ്റത്ത് ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് കാണുന്നുണ്ട്. അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഫിംബ്രെ എന്ന് വിളിച്ചു. വിച്ച് ഹെൽപ്സ് ഇൻ ദ കളക്ഷൻ ഓഫ് ദ ഓവം ആഫ്റ്റർ ഓവുലേഷൻ. ഓവറിൽ നിന്ന് ഓവുലേഷൻ കഴിഞ്ഞാൽ ഓവത്തിനെ കളക്ട് ചെയ്യാനാണ് ഫിംബ്രെ സഹായിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഭാഗം, ദ ഇൻഫെന്റിബുലം ലീഡ്സ് ടു എ വൈഡർ പാർട്സ് നോൺ ആസ് ആംപ്യുല. ഇൻഫെന്റിബുലം കുറച്ച് മുന്നിലോട്ട് പോകുന്ന സമയത്ത് ഒന്ന് വീതി കൂടിയ ഒരു ഭാഗത്തോട്ട് വരുന്നു, ദാറ്റ് ഇസ് ആംപ്യുല. ആംപ്യുല കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ പാർട്ട് നോൺ ആസ് ഇസ്തമസ്. ഇസ്തമസ് എന്ന് പറയുന്നുണ്ട്. ഇസ്തമസ് ഹാസ് എ നാരോ ല്യൂമൻ ആൻഡ് ഇറ്റ് ജോയിൻസ് ടു ദ യൂട്രസ്. ഇസ്തമസ് ആണ് പിന്നീട് യൂട്രസ് എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് അങ്ങ് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഓവറിയുടെ ഏറ്റവും പ്രധാനമായ ഒരു ഡക്റ്റ് ആയിരുന്നു, കണക്ട് ചെയ്തിട്ടുള്ള ഡക്റ്റ് ആയിരുന്നു ഫെലോപ്പിയൻ ട്യൂബ്യൂള്. ആ ഫെലോപ്പിയൻ ട്യൂബ്യൂൾ അല്ലെങ്കിൽ ഒവിഡക്റ്റിന് പ്രധാനമായിട്ടുള്ള 3 ഭാഗങ്ങൾ കാണുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് നോക്കൂ, ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്താന്ന് നോക്കാം. ഈ ഒരു ഫെലോപ്പിയൻ ട്യൂബ്യൂള് പഠിക്കുമ്പോൾ നമ്മളൊരു ടേം എന്തായാലും അറിഞ്ഞിരിക്കണം. ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഇൻ. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫെർട്ടിലൈസേഷൻ ഒക്കർ ചെയ്യുന്ന സൈറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കണം. സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഇൻ ഫെലോപ്പിയൻ ട്യൂബ്യൂൾ എന്ന് പറയാം. ഓക്കെ, ഏറ്റവും ബേസ് ആയിട്ട് ഒരു 10ാം ക്ലാസ് നമുക്ക് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ ആൻസർ എന്ത് പറഞ്ഞാൽ മതി? ഫെലോപ്പിയൻ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞു നിർത്താം. പക്ഷെ നമുക്കൊരു +1 +2 ലെവലിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പറയണം ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഇൻ ആംപ്യുല എന്ന് പറയണം. അതായത് ഫെലോപ്പിയൻ ട്യൂബ്യൂളിന്റെ അകത്തെ ആംബ്യുലയിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്ന് നമുക്കൊരു +1 +2 ലെവലിലുള്ള ബുദ്ധി വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ആവശ്യം ഡിഗ്രി അല്ലെങ്കിൽ PG ലെവൽ ആയിട്ടുള്ള കണ്ടന്റുകളാണ്. സോ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഇൻ ആംബ്യുലറി ഇസ്തമിക് ജംഗ്ഷൻ എന്ന് പറയാം. അതായത് ആംബ്യുലയുടെയും ഇസ്തമസിന്റെയും ഇടയിൽ കാണുന്ന ഭാഗത്താണ് ശരിക്കും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്.
ഓക്കെ, ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിലാണ് ഫെർട്ടിലൈസേഷൻ. ഇനി ഈ ആംബുലറി ഇസ്തമിക് എന്നുള്ളത് തിരിച്ചും പറയാറുണ്ട് കേട്ടോ. അതായത് ഇസ്തമസ് ആംബുലാർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, രണ്ടും ഒരേ കാര്യം തന്നെ. രണ്ടിന്റെ ഇടയ്ക്കുള്ള ഭാഗത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഓക്കെ ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു സ്ഥലത്ത് നമ്മുടെ എഗ്ഗും സ്പേമും ആ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടിയാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടന്ന് നമുക്ക് അടുത്തൊരു തലമുറേനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് സ്ട്രക്റ്റിന്റെ ഏത് ഭാഗത്ത് വെച്ച് ഇവർ കണ്ടുമുട്ടിയിട്ട് ഒരു കാര്യമില്ല, അവർ തമ്മിൽ മൈൻഡ് ചെയ്യാതെ പോവാന്നുള്ള ഇത് മാത്രമേ നടക്കുകയുള്ളൂ. ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഫെർട്ടിലൈസേഷൻ ഓപ്ഷനിൽ മൂന്നും കൂടി എന്തായാലും ഓപ്ഷനിൽ വരില്ല, മൂന്നും കറക്റ്റ് ആണ്. നമ്മളൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നു എന്നുള്ളൂ. ഫെലോപ്പിയൻ ട്യൂബ്യൂളിലാണ്, അതിൻ്റെ അകത്ത് ആംബുലയിലാണ്. ആംബുലയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആംബുലേന്റെ ഇസ്തമിക്സിന്റെ ഇടയ്ക്കുള്ള ഒരു ജംഗ്ഷനിലാണ് എന്നുള്ളത് നോട്ട് ചെയ്യാം. ഓക്കെ, സോ അടുത്ത ഭാഗം യൂട്രസ്. ഫെലോപ്പിയൻ ട്യൂബ്യൂള് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്രസ്, നമ്മൾ ഗർഭപാത്രം അല്ലെങ്കിൽ വോംബ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇറ്റ്സ് എ ലാർജ് ഇൻവേർട്ടഡ് പിയർ ഷേപ്ഡ് ഇലാസ്റ്റിക് മീഡിയൻ സാക്ക് സ്പെഷ്യലൈസ്ഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ എംബ്രിയോ. നമുക്ക് ആവശ്യമുള്ള പോയിന്റ് അതാണ്, എംബ്രിയോ വളരുന്ന ഭാഗം. ഫെലോപ്പിയൻ ട്യൂബ്യൂളിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ എംബ്രിയോ അവിടെ പറ്റിപ്പിടിച്ച് വളർന്നാൽ പ്രശ്നമാണ്. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും അതിനെ. ട്യൂബിലാണ് എന്നൊക്കെ പറയില്ലേ, എക്ടോപിക്. ഈ എക്ടോപിക് പ്രഗ്നൻസി അല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് വേണ്ടത് ഈ ഫെർട്ടിലൈസേഷൻ നടന്നു വന്ന ആ സൈഗോട്ട് എന്ന് പറയുന്ന ആളിനെ ഗർഭപാത്രത്തിൽ യൂട്രസിൽ ഇട്ടിട്ടാണ് ബാക്കി 9 മാസം വളർത്തേണ്ടത്. സോ എംബ്രിയോയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള വിശാലമായ സ്പേസോട് കൂടിയ ഒരു ഭാഗമാണ് യൂട്രസ് അല്ലെങ്കിൽ വോംബ് എന്ന് പറയുന്ന ഭാഗം. സപ്പോർട്ടഡ് ബൈ ലിഗമെന്റ്സ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വാൾ. നമ്മുടെ ലിഗമെന്റ്സ് ഒരുപാട് സ്നായുക്കൾ വഴി ലിഗമെന്റ്സ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പെൽവിക് വാളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ യൂട്രസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ പണി എന്താ യൂട്രസിന്റെ? എംബ്രിയോന്റെ വളർച്ച. ഇനി യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കൂ, ഈ എംബ്രിയോനൊക്കെ ഇതിൻ്റെ അകത്ത് വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ, അത്രയും കെയർ ആയിട്ടുള്ള ഒരു ഭാഗമായിരിക്കണം. നമ്മുടെ യൂട്രസിന് 3 ലെയേഴ്സ് ആണുള്ളത്. ഓക്കെ, യൂട്രസിന് എത്ര ലെയർ ഉണ്ട്? 3 ലെയർ ഉണ്ട്. 3 ലെയേഴ്സിന്റെ പേര്, ഏറ്റവും ഔട്ടർ ലെയർ, ഏറ്റവും പുറമേയുള്ള ലെയറിനെ വിളിക്കുന്ന പേരാണ് പെരിമെട്രിയം. ഔട്ടർ ലെയർ ഓഫ് യൂട്രസ് ഇസ് നോൺ ആസ് പെരിമെട്രിയം. മിഡിൽ ലെയറിനെ, പെരിമെട്രിയത്തിന്റെ തൊട്ട് താഴെയുള്ള മിഡിൽ ലെയറിനെ നമ്മൾ വിളിക്കും, പെരിമെട്രിയത്തിന്റെ താഴെയുള്ള മിഡിൽ ലെയറിനെ, നടുക്ക് കാണുന്ന ലെയറിനെ നമ്മൾ വിളിക്കും മയോമെട്രിയം. മയോ മീൻസ് മസിൽസുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ, ഒരുപാട് മസിൽസ്, സ്മൂത്ത് മസിൽസ് ഒക്കെ കാണുന്ന ഭാഗം. ആൻഡ് ഫൈനൽ ഇന്നർ വാളിനെ പറയുന്ന പേര്, യൂട്രസിന്റെ ഇന്നർ വാളിന്റെ പേരാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഔട്ടർ ലെയർ പെരിമെട്രിയം, മിഡിൽ ലെയർ മയോമെട്രിയം, ഇന്നർ ലെയർ ഇസ് എൻഡോമെട്രിയം. ഇതാണ് യൂട്രസിന്റെ പ്രധാനപ്പെട്ട 3 ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താ പ്രത്യേകത ഈ 3 എണ്ണത്തിന്? എക്സ്റ്റേണൽ കാണുന്ന പെരിമെട്രിയം എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ്, ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു മെംബ്രെയിൻ ആണ്. ദെൻ മയോമെട്രിയം എന്ന് പറയുന്നത് ഫോംഡ് ഓഫ് സ്മൂത്ത് മസിൽസ്, തിക്ക് ലെയർ ഓഫ് സ്മൂത്ത് മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയതാ. എന്തിനു സഹായിക്കും? ഡെലിവറിയുടെ സമയത്ത് കോൺട്രാക്ഷന് സഹായിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടീനെ നമുക്ക് പുറത്തേക്ക് ഇജക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെ, പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. ദെൻ ഇന്നർ എൻഡോമെട്രിയം. ഇന്നർ എൻഡോമെട്രിയത്തിന്റെ പ്രത്യേകത, ഇറ്റ്സ് എ ഗ്ലാൻഡുലാർ ലെയർ. ദാറ്റ് മീൻസ് എൻഡോമെട്രിയത്തിന് എന്തൊക്കെയോ സ്രവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. വിച്ച് അണ്ടർഗോ സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് ദ മെനിസ്ട്രേഷൻ സൈക്കിൾ. മെനിസ്ട്രേഷൻ ആർത്തവം നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ചേഞ്ചസ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെനിസ്ട്രേഷന്റെ സമയത്ത് നമ്മൾ റിലീസ് ചെയ്യുന്ന, പുറത്തേക്ക് ബ്ലീഡിംഗ് ഒക്കെ വരുന്നില്ലേ, അങ്ങനെ റിലീസ് ചെയ്ത് പോകുന്ന ലെയർ ഏതാണ് എന്ന് ചോദിക്കുന്ന കേസിലും നമുക്ക് ആരെ പറയാം? എൻഡോമെട്രിയം എന്ന് പറയാം. ഓക്കെ, അപ്പൊ എൻഡോമെട്രിയം ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഗ്ലാൻഡുലാർ ലെയർ ഓഫ് യൂട്രസ്, എൻഡോമെട്രിയം ആൻസർ വരും. ഇന്നർ ലെയർ ഓഫ് യൂട്രസ്, എൻഡോമെട്രിയം ആൻസർ വരും.
ലെയർ ദാറ്റ് അണ്ടർഗോസ് സൈക്ലിക്കൽ പ്രോസസ് ഡ്യൂറിങ് മെനിസ്ട്രേഷൻ, എൻഡോമെട്രിയം. ഇതിനൊക്കെ ആൻസർ എൻഡോമെട്രിയ. ഇനി എൻഡോമെട്രിയം ആൻസർ വരുന്ന ഒരു കേസ്, നമ്മുടെ എംബ്രിയോസ് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നതും ഏത് ലെയറിലാണ്? എൻഡോമെട്രിയത്തിലാണ്. സോ ഇംപ്ലാന്റേഷൻ ഒക്കേഴ്സ് ഇൻ എൻഡോമെട്രിയം. നോട്ട് ചെയ്യുക, ഫെർട്ടിലൈസേഷൻ അല്ല, ഇംപ്ലാന്റേഷൻ ഒക്കേർ ചെയ്യുന്ന ഭാഗവും എൻഡോമെട്രിയം എന്ന് പറയുന്ന ഭാഗമാണ്. ക്ലിയർ ആണോ? യൂട്രസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. എൻഡോമെട്രി ഒക്കെ സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ദെൻ കുട്ടി വളർന്നു വരുന്ന കുട്ടീനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലെ. അപ്പം പുറത്തേക്കുള്ള ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുക വജൈന അല്ലെങ്കിൽ യോനി എന്നാണ് മലയാളത്തിൽ പറയാ. വജൈന അല്ലെങ്കിൽ യോനി. യൂട്രസ് ഓപ്പൺസ് ഇൻ ടു വജൈന ത്രൂ എ നാരോ സെർവിക്സ്. വജൈനന്റെ യൂട്രസിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ഭാഗത്തിന് നമ്മൾ സെർവിക്സ് എന്ന് പറയും. പുറത്തേക്ക് വജൈന വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ലാർജ് ഇലാസ്റ്റിക് മസ്കുലാർ ട്യൂബ് അബൌട്ട് 7.5 ലോങ്. സെർവിക്കൽ കനാലും വജൈനയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബർത്ത് കനാൽ എന്ന് പറയുക. അതിലൂടെയാണ് കുട്ടി പുറത്തേക്ക് വരാം. ഇനി വജൈനേന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മെയിൽസ് സ്പേം ഡിപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വജൈനയാണ്. സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് സ്പേം ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഏരിയയും വജൈന തന്നെയാണ് കേട്ടോ. സോ വജൈന എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഓപ്പണിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ വജൈനേന്റെ സറൗണ്ടിങ് ആയിട്ടാണ് നമ്മുടെ ഹൈമൻ എന്ന് പറഞ്ഞ മെംബ്രെയിൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് പ്രധാനമായിട്ട് 2 ഫങ്ഷൻസ് ചെയ്യാനുണ്ട്. നമ്മൾ വിചാരിക്കും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പണി എന്ന് പറയുന്നത് സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്നു, അടുത്തൊരു തലമുറനെ ഉണ്ടാക്കുന്നു. കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് വൺ ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫീമെയിൽ ഗാമീറ്റ്സ് കോൾഡ് ഓവം ഓർ എഗ്. ഓവം അല്ലെങ്കിൽ എഗ്ഗിനെ ഉണ്ടാക്കുക എന്നുള്ളത് പണിയുണ്ട്. ദെൻ പ്രൊവൈഡിങ് ന്യൂട്രീഷൻ ആൻഡ് പ്രൊട്ടക്ടിങ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ആ എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്ത് വളർത്തുക. ഒരു 9 മാസം അല്ലെ, നമ്മളൊരു 270 മുതൽ 280 ദിവസം വരെയാണ് ആ ഫീറ്റസ്, ആ ഒരു എംബ്രിയോ നമ്മളെ ബോഡിയുടെ അകത്ത് ഉണ്ടാവുക. അത്രയും ദിവസം അതിനെ പരിപാലിച്ച് കൊണ്ട് നടക്കുക എന്നുള്ള പണി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് ചെയ്യുന്നത്. ഓക്കെ, മെയിലിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഗമീറ്റ്സ് ഉണ്ടാക്കുന്നു, അത് വജൈനലോട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതോടുകൂടിയിട്ട് മെയിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ കഴിഞ്ഞു. ബാക്കിയുള്ള പ്രോസസ്സ് ഫുള്ള് ആരുടെ ബോഡിക്കകത്ത് വെച്ച് നടക്കണം? ഫീമെയിൽ ബോഡിയുടെ അകത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഡ്യൂറിങ് പ്യൂബർട്ടി എഗ്സ് ഇൻ ദ ഓവറി സ്റ്റാർട്ട് ടു മെച്യൂർ. നമുക്ക് കൗമാര കാലഘട്ടം ആവുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയുടെ അകത്തുള്ള ഈ എഗ്, ഓവറിയുടെ അകത്തുള്ള എഗ് മെച്യൂർ ആവാൻ തുടങ്ങും. ദെൻ one of the ovaries releases the matured ovum in every 28 to 30 days and it's called ovulation. അല്ലെ, ഓരോ പ്രോസസ്സും ഒരു 30 ദിവസത്തെ ഒരു സൈക്കിൾ ഉണ്ട്. നമുക്ക് മെനിസ്ട്രേഷൻ സൈക്കിൾ എന്ന് പറയുന്ന ഒരു സൈക്കിൾ ഉണ്ട് അല്ലെ. അതില് ഒരു ഡേറ്റില്, ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഓവുലേഷൻ നടക്കുന്ന ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് 14th ഡേ. ഈ 28 to 30 ഡേ സൈക്കിളില് 14th ഡേയിൽ നടക്കുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ക്ലിയർ ആണോ? ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ എല്ലാ ചേഞ്ചസും നടക്കുന്നത് ഫീമെയിൽ ബോഡിയിൽ വെച്ചിട്ടാണ് അല്ലെ. ഇത്രയും പ്രോസസ്സുകൾ, കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ നമ്മളെ ബോഡിയിൽ വെച്ച് നടക്കുന്നുണ്ട്. സോ ഇത്രയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആരെയാ പഠിക്കണ്ടേ? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ. മെയിൽസിൽ ഏതൊക്കെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് അടുത്ത ഒരു ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്? അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് നോക്കാം ഏതൊക്കെ പാർട്സ് വരുന്നു എന്നുള്ളത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നോക്കൂ, ഇഷ്ടംപോലെ ഗ്ലാൻസും ഇഷ്ടംപോലെ ഡക്റ്റുകളും ഒക്കെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നമ്മൾ ഫീമെയിൽസിൽ പഠിച്ചതുപോലെ 3 ഭാഗമാക്കിയിട്ട് തന്നെ നമുക്ക് തിരിക്കാം. അതിന് മുന്നേ ഏതൊക്കെ ഭാഗങ്ങളാണ് എന്ന് ജസ്റ്റ് നോക്കി നോക്കാം. മെയിനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഭാഗങ്ങൾ: ടെസ്റ്റിസ് ഉണ്ട്, വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡുകളുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വേറെയും ചില ഗ്ലാൻഡുകൾ, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻസ് വരുന്നുണ്ട്. ദെൻ എപ്പിഡിഡിമിസ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ദെൻ ഗ്ലാൻഡ് പെനിസ്. ബാക്കിയുള്ളതൊക്കെ ഭാഗങ്ങളാണ്, പക്ഷെ
നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് സ്ഥിരം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിരുന്നു അല്ലെ. ഓവറീസ്, ആക്സസറി ഡക്റ്റുകൾ അല്ലെങ്കിൽ ആക്സസറി ഗ്ലാൻഡുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് പോർഷൻസ് ആയിട്ട് തിരിച്ചു. അതുപോലെ നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെന്റ് പാർട്സ് ആയിട്ട് തിരിക്കാം. അഗെയിൻ 3 പോർഷൻസ് തന്നെയാണുള്ളത്. എ പെയർ ഓഫ് ടെസ്റ്റസ്, ആക്സസറി ഗ്ലാൻഡ്സ് ആൻഡ് ഡക്റ്റ്, ദെൻ എക്സ്റ്റേണൽ ജെനറ്റാലിയ. ഇങ്ങനെ 3 ഭാഗങ്ങളാണ്. ഫീമെയിൽസിൽ ഇതിന് പകരം നമ്മൾ ആരെയാ പഠിച്ചേ? ഓവറി, ആക്സസറി ഡക്റ്റ്, എക്സ്റ്റേണൽ ജെനറ്റാലിയ. ഓക്കെ, ഇതിലൊക്കെ ഉള്ള ഭാഗങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള ടേംസ് തന്നെയാണ് കേട്ടോ. പെയർ ഓഫ് ടെസ്റ്റസ്, ആക്സസറി ഗ്ലാൻഡ്സ് ആൻഡ് ഡക്റ്റ്, എക്സ്റ്റേണൽ ജെനറ്റാലിയ. ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടെസ്റ്റസ്, മെയിൽസിലെ ടെസ്റ്റസ്. ഇറ്റ്സ് എ പ്രൈമറി സെക്സ് ഓർഗൻ. നമ്മൾ ഫീമെയിൽസിൽ പഠിച്ചത് തന്നെ അതിന്റെ ഒരു മെയിൽ വേർഷൻ ആണ് നോക്കാം. പ്രൈമറി സെക്സ് ഓർഗൻ ദാറ്റ് പ്രൊഡ്യൂസ് മെയിൽ ഗമീറ്റ്സ് ആൻഡ് സെക്സ് ഹോർമോൺസ്. മെയിൽ ഗമീറ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും മെയിൽ ഗമീറ്റ്? ഇറ്റ്സ് സ്പേം അല്ലെ. മെയിൽ ഗമീറ്റ് സ്പേം ആണ്. സെക്സ് ഹോർമോൺസിന് ഉണ്ടാക്കുന്നു. മെയിൽ സെക്സ് ഹോർമോൺ ഏതാണെന്ന് ഇവിടെ പഠിച്ചു വെക്കുക. ഇറ്റ്സ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ. ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് ആൻഡ്രജൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് കേട്ടോ. ആൻഡ്രജൻ. അപ്പൊ 2 പേര് ഓർത്തു വെക്കുക. 2ഉം കൂടി ഓപ്ഷനിൽ വരില്ല, ഏതെങ്കിലും ഒന്നേണോ. ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രജൻ എന്ന് പറയുന്നതാണ് മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത്. സിറ്റുവേറ്റഡ് ഇൻ സ്ക്രോട്ടം. ടെസ്റ്റസ് എന്ന് പറയുന്ന സ്ട്രക്ചർ സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥരസഞ്ചികക്കകത്ത് പൊതിഞ്ഞാണ് സംരക്ഷിച്ചിട്ടുള്ളത്. എന്തിനാണ് സ്ക്രോട്ടം ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, വിച്ച് പ്രൊവൈഡ്സ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഫോർ സ്പെർമാറ്റോജനസിസ്. ഈ സ്പേം എന്ന് പറയുന്ന ടെസ്റ്റസിന്റെ അകത്ത് ഇങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന ഒരു സാധനം, ഉണ്ടാക്കുന്ന ഒരു സാധനം. സോ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോജനസിസ്. സ്പെർമാറ്റോജനസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. അപ്രോക്സിമേറ്റ്ലി ആവശ്യമുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 35 ഡിഗ്രി മുതൽ 36 ഡിഗ്രിയുടെ അകത്താണ് ആവശ്യമുള്ളത്. ബട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, മെയിൽസിലും നമ്മുടെ കേസിലും മനുഷ്യന്റെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് 37 ഡിഗ്രി അല്ലെ. നമ്മൾ 37 ഡിഗ്രിയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പറയാറ്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 36.9 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. അപ്പൊ ഇത്രയും ടെമ്പറേച്ചർ ഉണ്ടായി കഴിഞ്ഞാൽ, ഈവൻ 1 ഡിഗ്രി കൂടുതലുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ടെമ്പറേച്ചർ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് നടക്കില്ല? നമുക്ക് ഈ സ്പെർമാറ്റോജനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ശരിയായ രീതിയിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കില്ല. സോ ആ ടെമ്പറേച്ചർ ഒന്ന് കുറച്ചിട്ട് ഒരു 35 to 36 വരെ ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് സ്ക്രോട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റസ് ഇസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് സ്ക്രോട്ടം എന്ന് പറയാം. ഇറ്റ്സ് പിങ്കിഷ് ഓവൽ ഇൻ ഷേപ്പ്, ലെങ്ത്തും വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കൊടുത്തു എന്നുള്ളൂ. ആൻഡ് ഇറ്റ്സ് കവേർഡ് ബൈ എ ഫൈബ്രസ് ട്യൂണിക്ക. ഈ ഫൈബ്രസ് ആയിട്ടുള്ള ട്യൂണിക്ക എന്ന് പറയുന്ന ഒരു ലെയറും കൊണ്ട് കവർ ചെയ്തിട്ടാണ് ടെസ്റ്റസ് കാണുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ഓർത്ത് വെക്കുന്നത് സ്ക്രോട്ടം എന്ന് പറഞ്ഞ ടേം ഓർത്ത് വെക്കുക. മെയിൽ സെക്സ് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ഓർക്കുക. മെയിൽ ഗാമീറ്റ് സ്പേം ആണ് എന്നുള്ളത് ഓർക്കുക. സോ ടെസ്റ്റസിന്റെ സ്ട്രക്ചർ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഒരുപാട് കമ്പാർട്ട്മെന്റ്സുകളായിട്ട് ഇങ്ങനെ കാണാറുണ്ട്. ഓക്കെ, ടെസ്റ്റസിനെ നമുക്ക് ഒരുപാട് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് കാണാം. ഈ ഓരോ കമ്പാർട്ട്മെന്റിന്റെ അകത്തും ഓരോരോ ഭാഗങ്ങള് കാണും, ട്യൂബ്യൂൾസ് ആയിട്ട് കാണും. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് ഇങ്ങനെ വലിയ വലിയ കുറേ നീണ്ട കുഴലുകളായിട്ട് മാറി. നമുക്ക് എക്സാമിന് കുഴലുകളായിട്ട് മാറി എന്ന് പറയാൻ പറ്റില്ല അല്ലെ. എന്ത് പഠിക്കണം? ആ പേരുകൾ പഠിക്കണം. ഏതൊക്കെയാ കമ്പാർട്ട്മെന്റിന്റെ പേര്, എന്തൊക്കെയാ അതിനുള്ളിലുള്ള ലൊബ്യൂൾസിന്റെ പേര് എന്നുള്ളത് എക്സാമിന് ചോദിക്കും. അപ്പൊ നമുക്കത് നോക്കാം. First one is, each testis has about 250 testicular lobules. ഓരോ ടെസ്റ്റസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേരാ മെയിൽസിൽ കാണുന്നത്. അതിൽ ഒരെണ്ണം നമ്മൾ ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ ഓരോ ടെസ്റ്റസിന്റെ അകത്തും 250 ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് കാണാറുണ്ട്. ഓക്കെ,
250 ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് ആണ് കാണാം. അതായത് കമ്പാർട്ട്മെന്റുകളായിട്ട് കാണാൻ പറ്റും. നമ്മൾ പിക്ചറിൽ കണ്ടത് ഓർമ്മയുണ്ടോ? ഇങ്ങനെയുള്ള കമ്പാർട്ട്മെന്റ്സ് ഓരോരോ അറകളായിട്ട് കിടക്കുന്നില്ലേ? ഈ അറകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്ന് പറയുന്നത്. ഇന്ന് നോക്കിയോ, ഈ അറകളുടെ ഇടയില് ഓരോ അറേനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ഇങ്ങനെ പോകുന്നില്ലേ? അതിനെ നമ്മൾ പറയാ ട്യൂണിക്ക ആൽബുജീനിയ എന്ന് പറയാറുണ്ട്. ടെസ്റ്റിസിന്റെ സ്ട്രക്ചറിൽ തന്നെ കാണുന്ന ഈ ഓരോ ലൊബ്യൂൾസിനെയും തമ്മിൽ വേർതിരിക്കുന്ന ആ മെംബ്രെയിനെ പറയുന്ന പേരാണ് ട്യൂണിക്ക ആൽബുജീനിയ. ദെൻ ഓരോ കമ്പാർട്ട്മെന്റ് നോക്കിയാലും അതിന്റെ അകത്തായിട്ട് കുറച്ച് സാധനങ്ങൾ ചുരുട്ടി വെച്ചതായിട്ട് കാണുന്നുണ്ട്. ആ ചുരുട്ടി വെച്ച ഭാഗത്തിന്, ഓരോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിന്റെ അകത്തും കാണുന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഓക്കെ, സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് പേര്. Each lobule contains 1 to 3 highly coiled 60 cm long seminiferous tubule. 1 to 3 250 ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ ഉണ്ട്. അതിൽ ഓരോന്നിലും 1 മുതൽ 3 വരെയുള്ള എണ്ണം സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണുന്നുണ്ട്. പ്രത്യേകത എന്താണെന്നറിയോ? സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്താണ് സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, സ്പേം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്പെർമാറ്റോജനസിന്റെ ലൊക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റിസിന്റെ അകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂളിലാണ്. ടെസ്റ്റിസിന്റെ അകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റിസിനകത്തെ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്താണ് സ്പേം സിന്തസൈസ് ചെയ്യുന്നത്. ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് ലൈൻഡ് ഓൺ ഇറ്റ്സ് ഇൻസൈഡ് ബൈ 2 types of cells called male germ cells and Sertoli cells. ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ സെന്റൻസ് ഒക്കെ ഉണ്ട്. സിമ്പിൾ ആയിട്ട് സെമിനിഫറസ് ട്യൂബ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ആ ട്യൂബ്യൂളിന്റെ അകത്ത് 2 തരം സെല്ലുകളാണ് കാണാൻ പറ്റുക. ഓക്കെ, സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് കാണുന്ന 2 തരം സെല്ലുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. മെയിൽ ജേം സെൽ എന്നാണ് ഒരാളുടെ പേര്. ആൾസോ നോൺ ആസ് സ്പെർമാറ്റോഗോണിയ എന്നും പറയാറുണ്ട്. മറ്റ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെർട്ടോളി സെൽസ് എന്ന് വിളിക്കാറുണ്ട്. സോ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് 2 ടൈപ്പ് സെൽസ് ഉണ്ട്. മെയിൽ ജേം സെൽസ് ഓർ സ്പെർമാറ്റോഗോണിയ, അനദർ സെല്ല് സെർട്ടോളി സെല്ല്. ഇങ്ങനെ 2 പേരിൽ 2 സെൽസ് ഉണ്ടാവുമ്പോൾ രണ്ടിനും എന്തെങ്കിലും ഒരു പണി ഉണ്ടാവില്ലേ? അതാണ് നമ്മൾ അടുത്തത് പഠിക്കേണ്ടത്. എന്ത് പണിയാണെന്നറിയോ? ഇതാണ് പിക്ചർ കാണിച്ചേക്കുന്നത്. പിക്ചർ പിന്നെ കാണിക്കാം. The male germ cells undergo meiotic division to produce sperms. So മെയിൽ ജേം സെൽ ആണ് എന്തായിട്ട് മാറുന്നത്? സ്പേം ആയിട്ട് ഭാവിയിൽ മാറാൻ പോകുന്നത്. അത്രേ ആവശ്യമുള്ളൂ. മെയിൽ ജേം സെൽസ് സ്പേം എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. ദെൻ സെർട്ടോളി സെൽസ് എന്തിനാ പിന്നെ അവിടെ വെച്ചേക്കുന്ന? സ്ഥലം മുടക്കാനായിട്ടാണോ? അല്ല, ഈ സ്പേമിന് ആവശ്യമായ ന്യൂട്രീഷൻ കൊടുക്കുന്നത് സെർട്ടോളി സെൽസ് ആണ്. സോ സെർട്ടോളി സെൽസ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദ ജേം സെൽസ്. ഇവർക്ക് ആവശ്യമായ, വളരാൻ ആവശ്യമായവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുത്ത് അതിനെ വളർത്തിയെടുക്കുന്ന ആളാണ് സെർട്ടോളി സെൽസ്. ഓക്കെ, ഇപ്പൊ 2 പേരെ പഠിച്ചു. ദ റീജിയൻസ് ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ കണ്ടെയ്ൻസ്. ഇനി സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ചുറ്റും, സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ചുറ്റുമായിട്ട് കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും. നമ്മൾ പിക്ചറിൽ നോക്കാം. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ചുറ്റും എന്താ കാണുന്നതെന്ന് നോക്കാം. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ചുറ്റും കണ്ടോ കുറച്ച് സ്പേസുകൾ കാണുന്നില്ലേ? ഈ ട്യൂബ്യൂളിന്റെ ചുറ്റും കുറച്ച് സ്പേസ് കാണാനില്ലേ? ആ സ്പേസിൽ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാ പറയാ. ഓക്കെ, ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ വേറെ കുറച്ച് സെല്ലുകളെ കാണാറുണ്ട്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണുന്ന എന്തൊക്കെയാന്ന് നോക്കിയേ. ഒന്നാമത് കാണുന്നത് കുറച്ച് ബ്ലഡ് വെസൽസ് ആണ്. സ്മോൾ ബ്ലഡ് വെസൽസ് ക്യാൻ ബി സീൻ ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസ്. ഈ പേര് പഠിച്ചു വെക്കുക, ലേഡിക് സെൽസ്. ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? ലേഡി സെൽസിന്റെ സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ആൻഡ്രജൻസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന മെയിൽ സെക്സ് ഹോർമോണിനെ നിർമ്മിക്കുന്ന സെൽസ് ആണ് ലേഡിക് സെൽസ്. ക്ലിയർ ആണോ? അപ്പൊ മൊത്തത്തിൽ ടെസ്റ്റിസിന്റെ അകത്ത് 3 സെല്ലുകളുണ്ട്. ഒന്നാമത്തെ സെല്ല് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? മെയിൽ ജേം സെൽ. മെയിൽ ജേം സെൽ. രണ്ടാമത് നമ്മൾ പഠിച്ച സെല്ലായിരുന്നു സെർട്ടോളി സെൽ.
മൂന്നാമത് പഠിച്ച സെല്ലാണ് ലേഡിക് സെൽസ്. അപ്പൊ ഇതൊക്കെ ടെസ്റ്റിസിന്റെ അകത്ത് തന്നെയാണ്, പക്ഷെ നമ്മൾ എവിടെയൊക്കെയാണെന്നുള്ളത് സ്പെഷ്യലായിട്ട് ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മെയിൽസ് ജേം സെൽസ് ആണ് സ്പേം ആയിട്ട് മാറുന്നത്. സെർട്ടോളി സെൽസ് ആണ് അതിനാവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നത്. ലേഡിക് സെൽസ് ആണ് ആൻഡ്രജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ 3 പേര്, വലിയ സെന്റൻസുകൾ ഒന്നും ഇല്ലെങ്കിലും ഈ 3 പേര് നിങ്ങൾക്ക് അറിയണം. സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത് ഓവറോൾ ആയിട്ട് പറഞ്ഞാൽ ടെസ്റ്റിസിലാണ്. ഇനി ടെസ്റ്റിസിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്താണ്. ഇനി സെമിനിഫറസ് ട്യൂബ്യൂളിൽ ഇങ്ങനെയുള്ള 3 സെൽസ് ആണ് ഇതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഫസ്റ്റത്തെ പോർഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത് മെയിൽസില് ടെസ്റ്റിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോർഷൻ ഈസ് എക്സ്റ്റേണൽ ജെനറ്റാലിയ. നമ്മൾ ഫീമെയിൽസിൽ പറഞ്ഞില്ലേ എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ജെനറ്റാലിയ, ദാറ്റ് മീൻസ് പെനിസ് എന്ന് പറയുന്ന ഭാഗമാണ് മെയിൽസിൽ വരുന്നത് കേട്ടോ. പെനിസ് നമ്മൾ ലിംഗം എന്നാണ് മലയാളത്തിൽ പറയാ. പെനിസ് പെനിസ് അറിയപ്പെടുന്നത് കോപ്പുലേറ്ററി ഓർഗൻ എന്നാണ് അറിയപ്പെടുക. കോപ്പുലേറ്ററി ഓർഗൻ. അപ്പൊ എന്താണ് കോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിനോണ്ട് ഉദ്ദേശിക്കുന്നത്? കോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഇന്റർകോഴ്സ്. ഓക്കെ, നമ്മൾ സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ കോയിറ്റസ് എന്ന് പറയാറില്ലേ, കോയിറ്റസ് എന്നുള്ള ടേമും യൂസ് ചെയ്യാറുണ്ട്. കോപ്പുലേഷൻ, കോപ്പുലേഷൻ, കോയിറ്റസ് ഒക്കെ സെക്ഷൽ ഇന്റർകോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്ഷൽ ഇന്റർകോഴ്സിന് കോപ്പുലേഷന് സഹായിക്കുന്ന ഓർഗൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു? കോപ്പുലേറ്ററി ഓർഗൻ. മെയ്ഡ് അപ്പ് ഓഫ് സ്പോഞ്ചി ടിഷ്യൂസ് വിച്ച് വെൻ ഫിൽഡ് വിത്ത് ബ്ലഡ് കോസ് ഇറക്ഷൻ ഓഫ് പെനിസ്. സെക്ഷലി അറൗസൽ നടക്കുന്ന സമയത്ത്, സെക്ഷൽ അറൗസൽ നടക്കുന്ന സമയത്ത് ഈ സ്പോഞ്ചി ടിഷ്യൂസിൽ ബ്ലഡ് ഫില്ലാവും. ബ്ലഡ് ഫില്ല് ചെയ്യുമ്പോഴാണ് പെനിസിന്റെ ഇറക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇറക്ഷൻ നടന്നാൽ മാത്രമേ ഈ സ്പേംസിനെ വജൈനയിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഇതാണ് കോപ്പുലേറ്ററി ഓർഗനായ പെനിസ്, മെയിൽസിന്റെ എക്സ്റ്റേണൽ ജെനറ്റാലിയ. ദ എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസ് ഈസ് കോൾഡ് ഗ്ലാൻസ് പെനിസ്. ഈ പെനിസിന്റെ ടിപ്പ് കുറച്ച് വലിപ്പം, സൈസ് കൂടുതലായിട്ട് കാണാൻ പറ്റും. അതിനെയാണ് ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഇസ് കവേർഡ് ബൈ എ ലൂസ് സ്കിൻ കോൾഡ് ഫോർസ്കിൻ. ഓക്കെ, അപ്പൊ 3 പേരുകൾ ഓർക്കുക. പെനിസ് ഇറ്റ്സ് എ കോപ്പുലേറ്ററി ഓർഗൻ. ഇറക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പെനിസിന്റെ എൻലാർജ്ഡ് ആയിട്ടുള്ള ടിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ്. ഈ പെനിസ് എന്ന് പറയുന്ന റീജിയൻ അല്ലെങ്കിൽ ഈ ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്ന റീജിയനിൽ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇറ്റ്സ് നോൺ ആസ് ഫോർസ്കിൻ എന്നറിയപ്പെടും. ഇതാണ് എക്സ്റ്റേണൽ ജെനറ്റാലിയയിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ദെൻ ആക്സസറി ഗ്ലാൻസ് ആൻഡ് ഡക്ട്സ്. ഫീമെയിൽസിൽ കാട്ടിലും ഒരുപാട് ഗ്ലാൻഡുകളും ഡക്റ്റുകളും മെയിൽസിന്റെ കേസിൽ കൂടുതലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആക്സസറി ഗ്ലാൻഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൽസിൽ കാണുന്ന ആക്സസറി ഗ്ലാൻസുകളാണ് പെയർഡ് സെമിനൽ വെസിക്കിൾസ്, എ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് എ പെയർഡ് ബൾബോ യുറേത്രൽ ഗ്ലാൻസ്. പ്രധാനമായിട്ട് 3 തരം ഗ്ലാൻഡുകളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. സെമിനൽ വെസിക്കിൾസ് വരുന്നുണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വരുന്നുണ്ട്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡുകൾ വരുന്നുണ്ട്. ഇനി എന്തിനാണ് ഈ പറഞ്ഞ ഗ്ലാൻഡുകൾ സഹായിക്കാം? ഏതൊരു ഗ്ലാൻഡ് ആണെന്നുണ്ടെങ്കിലും ഒരു ഗ്ലാൻഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു സെക്രീഷൻ അത് ഉണ്ടാക്കുന്നുണ്ട് എന്നർത്ഥം. സോ ഗ്ലാൻഡ്സ് ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് സെക്രീഷൻസ്. അല്ലെ, ലിവർ എന്ന് പറയുന്ന ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് നമ്മുടെ ബോഡിയിലെ. ലിവറിന് ഒരുപാട് സെക്രീഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി പാൻക്രിയാസ്, ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. പാൻക്രിയാസിന് ഒരുപാട് സെക്രീഷൻസ് ഉണ്ടാക്കാൻ പറ്റും. സോ ഈ പറഞ്ഞ ഗ്ലാൻഡുകൾക്കൊക്കെ ചില സെക്രീഷൻസ്, ചില സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സോ ദീസ് സെക്രീഷൻസ് ഹെൽപ്പ് ഇൻ ദ ലൂബ്രിക്കേഷൻ ഓഫ് ദ പെനിസ്. പെനിസിന്റെ ലൂബ്രിക്കേഷന് സഹായിക്കുന്നതാണ്. സോ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ കോയിറ്റസിന്റെ സമയത്ത് പെനിസിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രക്റ്റ് ആയ വജൈനയിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. സോ പെനിസിന്റെ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നതും പെനിസിന്റെ ഇറക്ഷൻ എന്ന് പറയുന്നതും സെക്ഷൽ ഇന്റർകോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ് ആണ്. സോ അതിനെ സഹായിക്കുന്ന കുറച്ച് സ്രവങ്ങളാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ആ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, ആ ഒരു പണി മാത്രമാണോ ചെയ്യുന്നത് എന്ന് നോക്കാം.
Secretions of these glands constitutes the seminal plasma, which is rich in fructose, calcium and certain enzymes. Lubrication മാത്രമല്ല പണി എന്ന് പറയുന്നത്. ഈ ഗ്ലാൻസിന്റെ സെക്രീഷൻസിനെ എല്ലാത്തിനെയും കൂടി നമ്മൾ സെമിനൽ പ്ലാസ്മ എന്നാണ് പറയാം. ഓക്കെ, ഇതിനെല്ലാത്തിനെയും കൂടി നമ്മൾ എന്ത് വിളിച്ചു? സെമിനൽ പ്ലാസ്മ എന്നുള്ളൊരു ടേം പറയാം. ഈ സെമിനൽ പ്ലാസ്മയില് ഒരുപാട് ഫ്രക്ടോസും കാൽഷ്യവും എൻസൈംസും ഒക്കെ റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. സോ ഇവരുടെ പണി എന്ന് പറയുന്നത്, എന്തിനാണ് ഫ്രക്ടോസും കാൽഷ്യം ഒക്കെ എന്നായിരിക്കും ഡൗട്ട് അല്ലെ. സോ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എനർജി ഫോം അല്ലെ. ഗ്ലൂക്കോസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു എനർജി കൊടുക്കുന്ന ഒരു ഫാക്ടർ ആണ് ഫ്രക്ടോസ്. സോ വിച്ച് പ്രൊവൈഡ് എനർജി ടു ദ സ്പേം ഫോർ സ്വിമ്മിങ്. ഫീമെയിലിന്റെ വജൈനേന്ന് യൂട്രസിൽ നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്യൂളിന്റെ അടുത്തേക്ക് നീന്തി പോയാലേ കൂടിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കുന്നത് ഫ്രക്ടോസ് ആണ്. Then calcium play important role in acrosomal reaction. കാൽഷ്യം എന്ന് പറയുന്നത് സ്പേമിന്റെ ടിപ്പിലായിട്ട്, നോക്കിയ സ്പേമിന്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ സ്ട്രക്ചർ പഠിക്കും അല്ലെ. ഹെഡ്, മിഡിൽ പോർഷൻ, ടെയിൽ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഈ ടിപ്പിലായിട്ട് കാണുന്ന ഒരു സഞ്ചി, എൻസൈം ഫിൽഡ് ആയിട്ടുള്ള സഞ്ചിയാണ് എക്രോസോം. എക്രോസോമിന്റെ ഉള്ളിലുള്ള എൻസൈം ഒക്കെ പൊട്ടിയെങ്കിൽ മാത്രമേ അതിന് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു പ്രോസസ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ ആരുടെ സഹായം ആവശ്യമാണ്? കാൽഷ്യത്തിന്റെ സഹായം ആവശ്യമാണ്. സോ കാൽഷ്യം ഈസ് റിയലി എസെൻഷ്യൽ ഫോർ എക്രോസോമൽ റിയാക്ഷൻ. എക്രോസോമൽ റിയാക്ഷൻ നടന്ന് എൻസൈം പുറത്തു വരണം എന്നുണ്ടെങ്കിൽ, ഫെർട്ടിലൈസേഷൻ ശരിക്കും നടക്കണം എന്നുണ്ടെങ്കിൽ ആരാവശ്യമുണ്ട്? കാൽഷ്യത്തിന്റെ പ്രസൻസ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഫ്രക്ടോസും കാൽഷ്യം ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്.